നമസ്കാരം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയെ ഏറ്റവും അധികം ആകർഷണം ഉള്ളതാക്കുന്നത് അതിലെ കുട്ടിപ്പാട്ടുകാർ തന്നെയാണ്. ഏറ്റവും മികച്ച ജഡ്ജിങ് പാനലിനൊപ്പം അതിൻ്റെ അവതാരക മീനാക്ഷി എന്ന മീനുട്ടിയും അതിലെ കുട്ടിപ്പാട്ടുകാരും ചേരുമ്പോഴാണ് ആ പെർഫോമൻസ് റൗണ്ടുകൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ വേദി ഏറ്റവും അധികം മനോഹരമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അതിനായി എപ്പോഴും കാത്തിരിക്കാറുള്ളതും. കുട്ടിപ്പാട്ടുകാരെക്കുറിച്ച് പറയുമ്പോൾ സീസൺ 1 മുതൽ തന്നെ അതിൽ ഏറ്റവും മികച്ച പല പ്രതിഭകളും വന്നു പോയിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ ബാബുക്കുട്ടൻ എന്ന ആവിർഭവമാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചത്. ബാബുക്കുട്ടൻ പിന്നീട് ഫ്ലവേഴ്സിൽ നിന്നും ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി മാറുകയും പിന്നീടത് സോണി ടി വിയിലൂടെ സൂപ്പർ സ്റ്റാർ സിംഗർ എന്ന പേരിലേക്ക്, അതായത് ഒരു പാൻ ഇന്ത്യൻ ഗായകനായി മാറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇപ്പോഴും നല്ല മികച്ച പാട്ടുകാരെ കൊണ്ട് സമൃദ്ധമാണ് ടോപ്പ് സിംഗറിൻ്റെ വേദി എന്ന് തന്നെ പറയാം. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറുമ്പും കുസൃതിയും കുന്നായ്മയും കുറച്ച് പ്രകടനങ്ങളും അഭിനയശേഷിയും ഒക്കെയുള്ള ഒരു ഉണ്ടക്കണ്ണൻ പാട്ടുകാരനാണ് ഇജോ എന്ന ഇവാൻ കുട്ടൻ. എന്നാൽ കുറച്ച് നാളുകളായി പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത് ഇജോ കുട്ടനെ അല്ലെങ്കിൽ ഇവാൻ കുട്ടനെ കാണുന്നില്ലല്ലോ എന്നാണ്. കാരണം ഇവാൻ്റെ കുസൃതികളും അവൻ്റെ തഗ് ഡയലോഗുകളും അഭിനയ ചാതുര്യവും ജഡ്ജസും മീനുട്ടിയും ഒക്കെയായിട്ടുള്ള ഇൻട്രാക്ഷനുമൊക്കെ പ്രേക്ഷകർക്ക് വല്ലാത്ത രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവാൻ കുട്ടൻ എവിടെ എന്ന് ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മാസത്തോളമായി ഇവാൻ കുട്ടനെ വേദിയിൽ കാണുന്നില്ല, ഇവാൻ കുട്ടൻ്റെ പ്രകടനങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ പാട്ടുകളുടെ അടിയിലും ഈ ഫ്ലവേഴ്സിൻ്റെ ആയാലും മറ്റ് യൂട്യൂബ് ചാനലിൻ്റെ ആയാലും എല്ലാ പാട്ടിൻ്റെയും അല്ലെങ്കിൽ എല്ലാ പെർഫോമൻസിൻ്റെയും അടിയിൽ പ്രേക്ഷകർ എഴുതി ചോദിക്കുന്നത് ഇവാൻ കുട്ടന് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇവാൻ കുട്ടൻ വരാത്തത്, ഇവാൻ കുട്ടനും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയതാണോ, എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ, എന്തെങ്കിലും അസുഖം കൊണ്ടാണോ വരാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇവാൻ കുട്ടന് പറ്റിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് നാളുകളായി ഇവാൻ കുട്ടൻ്റെ പെർഫോമൻസുകൾ അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവാൻ കുട്ടൻ്റെ പാട്ടിനൊപ്പം തന്നെ അത് ഏറ്റവും മികച്ച പാട്ടുകളുമായാണ് വരുന്നത് എന്നതാണ് ഇവാൻ കുട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല അതിനകത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായും അറിഞ്ഞ ശേഷമാണ് ഇവാൻ കുട്ടൻ വരികയും പെർഫോമൻസ് റൗണ്ടിൽ അതെല്ലാം കൃത്യമായി ജഡ്ജസിനോട് പറയുകയും ചെയ്യാറുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ഇവാൻ കുട്ടൻ അതിനകത്ത് കാണിക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിനോട്, അവൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ അത് ജഡ്ജസൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കാറുണ്ട്. അവർ കളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന കക്ഷിയുടെ ചമ്മലും അതിൻ്റെ കുസൃതി ഡയലോഗുകളും തഗ് ഡയലോഗുകളും ഒക്കെ തന്നെയാണ് ഇവാൻ കുട്ടനെ ഏറ്റവും അധികം പോപ്പുലറാക്കിയത് എന്ന് തന്നെ പറയാം. അത് ബാബുക്കുട്ടനാണെങ്കിലും ഇതുപോലെ തന്നെയായിരുന്നു. മറ്റ് കണ്ടസ്റ്റൻസും അവിടെ വന്ന് നേരത്തെ പോയ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ നിന്ന് ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ വേദിയിൽ നിന്നും പോയ ഏറ്റവും മിടുമിടുക്കരായ പല മത്സരാർത്ഥികളെയും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതും ജഡ്ജസ് ഇഷ്ടപ്പെട്ടതും അതൊക്കെ പാട്ടിൽ മാത്രമല്ല അവരുടെ കുസൃതിയും കുറുമ്പും എല്ലാം കൂടി ചേരുമ്പോഴാണ്. തീർച്ചയായിട്ടും ഇവാൻ കുട്ടനാണ് ഈ സീസണിലെ ഏറ്റവും മികച്ച, അതായത് ടോപ്പ് സിംഗർ എന്നതല്ല, അതിനപ്പുറം ഒരു ടോട്ടൽ പെർഫോമർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഇവാൻ കുട്ടൻ എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ നമുക്കുമുണ്ട്. തീർച്ചയായിട്ടും ഇവാൻ കുട്ടൻ ഈ ആഴ്ച തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.